അങ്ങനെ മുന്നമ്മകൾ ഇന്നത്തെ പോയി ഈ വീട്ടിലാട്ടോ. ആദ്യമായിട്ട് കണ്ണൂർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ പോയി എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ ഒരുപാട് കൂറ്റം കുത്തിയ ജനവാതിലുകളുണ്ട്. രണ്ടാം നിലൻ്റെ മുകളിലെ നമ്മളെ വർക്ക് രണ്ടാം നിലൻ്റെ മുകളിലെ ജനവാതിലാട്ടോ. ഈ ജനവാതിൽ പിന്നെ ആ മുകളിലെ ടോപ്പിലുള്ള മാറാലൊക്കെ തട്ടണം കേട്ടോ. അതേപോലെ സെൻസർ അടിച്ചു തരണം. പിന്നെ ഈ ജനവാതിലെ കണ്ടില്ലേ, മാഷാ അല്ലാ, ഒരു രക്ഷയില്ല. കൂറ്റം പറഞ്ഞ കുത്തിൻ ജനവാതിലുകളാണ്. എൻജിനീയർ ഏതായാലും പൊളിയാണ്. ജനവാതിലിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്തില്ല പെരക്കാരോട്, വല്ലാത്ത എൻജിനീയർ. അങ്ങനെ വീടിൻ്റെ വേക്കുവത്തൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൽ മെയിനായിട്ട് എന്താ പറയണോ, നമ്മൾ ഇടയ്ക്ക് മെയിൻ്റെനൻസ് ചെയ്യണ വീടാണത്. 2 മാസം കൂടുമ്പോൾ നമ്മൾ ഈ ജനവാതിലൊക്കെ ചെയ്ത് സെറ്റാക്കി കൊടുക്കും, നമ്മൾ ക്ലീൻ ചെയ്താണ്ട്. ഇതൊക്കെ ചെയ്യണം കേട്ടോ നമുക്ക്. അപ്പോൾ എന്താ പറയുക, ഇതിന്മേൽ കൂടുതൽ ചളികളൊന്നും ഉണ്ടാവില്ല, പൊടികളും ഉണ്ടായാലും ഇല്ലെങ്കിലും കസ്റ്റമർ നമ്മളോട് പറയും ക്ലീൻ ചെയ്യാൻ കേട്ടോ 2 മാസമായാലും. അതാണ് അങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് ശരിക്ക്. കാരണം അങ്ങനെ ആകുമ്പോൾ എന്താ പറയണോ, ചെയ്യണ ഞമ്മക്കും ബുദ്ധിമുട്ടാവില്ല, ഓൽക്കും ബുദ്ധിമുട്ടുള്ള. ഈ ഗ്ലേസിങ് എന്നും നിലക്കും. ഇതിപ്പോൾ ഒരുപാട് വർഷം മുമ്പ് பார்த்தതാണ്. നമ്മളത് ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റെനൻസ് ചെയ്യൽ. അടിയത്തെ പിന്നെ പെരക്കാർ ചെയ്യും കേട്ടോ. അവിടെ ഒരു സ്ഥിരമായിട്ടൊരു ലേഡീസ് വരുന്നുണ്ട്. ഈ മുകളിലത്തൊക്കെ നമ്മൾ ഈ വെഞ്ചേറ്ററൊക്കെ നമുക്ക് ചെയ്യാനുള്ള. അതേപോലെ ഈ ടോപ്പിലെ മാറാല സെൻസറൊക്കെ അടിച്ചേരി സെറ്റാക്കും കേട്ടോ. എത്ര ജനവാതിലാണോ അതൊക്കെ നമുക്കൊന്ന് സെറ്റാക്കാനുള്ള. ഫുള്ള് നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇതിൻ്റെ കേട്ടോ. ജനവാതിലുകൾ ഒക്കെ കണ്ടോളി, ഫുള്ള് കണ്ടോളി. നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യണമൊക്കെ നമുക്ക് കാണാം. ആ ജനവാതിലൊക്കെ എങ്ങനെ ചെയ്യുന്ന രീതികളൊക്കെ കണ്ടോളി. പിന്നെ ഇവിടെ ടോപ്പിൽ എല്ലായിടത്തും ഉണ്ട് നമുക്ക് ജനവാതിൽ. അതാണ് നമുക്ക് ആദ്യത്തെ ഒരു വർക്ക്. പിന്നെ അടുത്ത വർക്ക് എന്ന് പറഞ്ഞാൽ ഈ ടോപ്പിലെ ഗ്ലാസ്സില്ലേ, അതായത് ആ ടോപ്പിലെ ഗ്ലാസ് എന്ത് ചെയ്യണം, ചെയ്ത് സെറ്റാക്കണം. അത് ശരിക്കൂടെ കാണിക്കുക. ഇതേറ്റ ടോപ്പിലെ ഗ്ലാസ് ഇത് നമ്മൾ കേക്ക് സെറ്റാക്കണം. പിന്നെ അതേപോലെ ഈ അടിഭാഗത്തുള്ള ഉണ്ടല്ലേ, ഇതുപോലെ അടിയിലെ സ്റ്റെപ്പിൻ്റെ ഭാഗത്തേക്കുള്ള ഒരു ഇതാണ് ലൈറ്റ് ഇട്ടാനും വേണ്ടി കൊടുത്തതാണ്. പിന്നെ ഇത് പോർച്ചിലുള്ളതാണ്. ഇതൊക്കെ നമ്മളെന്ത് ചെയ്യും, ക്ലീൻ ചെയ്ത് സെറ്റാക്കും. കസ്റ്റമർക്ക് എങ്ങനെയാണോ വേണ്ടത് അതേപോലെ കണ്ണാടി ചില്ലും എല്ലാം ആക്കി കൊടുക്കും നമ്മൾ. ഇതിന്മേലൊക്കെ നല്ലോണം പൊടി പിടിച്ചിരുന്നു. ഇപ്പോൾ ഈ 2 മാസമായപ്പോൾ തന്നെ നെക്കൊലത്തിലായിന്. പിന്നെ നമുക്ക് ഈ ഏറ്റുമുള്ള പുല്ലും കാര്യമൊക്കെ ഉണ്ട്. ഇത് ഇത്ര ഒന്നല്ല, കണ്ടമാനുണ്ട് അതിന് കഴിഞ്ഞ വരസത്തൊക്കെ നമ്മൾ ചെയ്ത് സെറ്റാക്കിയതാണ്. നമ്മൾ യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോ ഒക്കെ ഫസ്റ്റ് വരുന്നത്. കാരണം നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് കുറച്ചിടലായിട്ടുള്ള യൂട്യൂബ് ചാനലിൽ ഈ ഏറ്റുമലൊക്കെ ഇപ്പോൾ അവിടെയും ഓരോ പുല്ലുള്ള അതൊക്കെ നമ്മളിനി പറയിക്കോട്ടോ. അതേപോലെ ഈ കിണറ്റിൻ്റെ മുകളിലുള്ള വലെടുത്തിട്ട് ആ മുകളിലുള്ള ചണ്ടയൊക്കെ പറിച്ച് കാക്കാൻ, ആ വള്ളി നാരൊക്കെ ഇതൊക്കെ നമ്മൾ പറിച്ചു. ഇവിടെയൊക്കെ നല്ലോണം കാടുണ്ട് അതിനൊരു സമയത്ത് ഒക്കെ നമ്മൾ ചെയ്ത് വയ്ക്കിയതാണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് വർക്ക് നമ്മൾ മാറാലിട്ടുള്ള വർക്ക് നമ്മൾ ചാട്ടാക്കിയിട്ടോ. എന്നത്തെ പോലെ നമ്മൾ ഫസ്റ്റ് മാറാലിട്ടും അങ്ങനെ മറ്റേ നമ്മൾ ലാസ്റ്റ് മാറാലിട്ടിയ ഗ്ലാസ്സൊക്കെ വീണ്ടും മാറാലിൻ്റെ പൊടിയും കാര്യമൊക്കെ വീണ്ടും പാറും. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ സെൻസർ മോഡൊക്കെ ഒരു സൈഡ് മാത്രമേ കാട്ടിയിട്ടുള്ളൂ. ആദ്യം ഫുൾ നമ്മൾ മാറാലാണ് തട്ടിയത് സെറ്റാക്കി കൊടുത്തിന് കേട്ടോ. ആ കമ്പിൻ്റെ ഇടയിലുള്ളൊക്കെ മാറാലാണ് നമ്മൾ തട്ടിയിട്ട് ഫുൾ കണ്ടീഷനാക്കും. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻസർ അടിച്ച് ചെയ്യാം. പൂപ്പൽ വരുത്തേണ്ടതെന്ന് പറഞ്ഞു കേട്ടോ. കാരണം അടിയിലൊക്കെ തോർത്തിയതല്ലേ, വൈകാതെ പെയിൻറ്റിങ് തുടങ്ങാനുള്ളതാണ് വീട്. അപ്പം മേലോടുള്ള ജസ്റ്റ് ഒന്ന് അടിച്ച് തരാൻ മതി എന്ന് പറഞ്ഞതിന്. അങ്ങനെ നമ്മൾ ആദ്യം ഈ ജനവാതിൽ മാണം മല്ലിടാൻ പോകുന്നത്. കുറ്റം കുത്തി ജനാതിൽ ആദ്യം തന്നെ ഈ ജനാതിൽ മേൽ ഈ ടോപ്പിലെ അടിയത്തെ കോൽ ചെയ്തതാണ് നമ്മൾ പറഞ്ഞല്ലോ. ഈ മുകളത്തെ ഇതാണ് നമുക്ക് ആദ്യം എന്ത് പിടിക്കും, ഒരു പിടിക്കും നമ്മൾ. അങ്ങനെ നമ്മൾ കയറാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് കേട്ടോ. അങ്ങനെ കയറി അവിടെ സെൻസറുണ്ട്, ഇമ്മതിനെ പറ്റി പിടിച്ച് കയറിയതാണ്. വീഡിയോ വലുതാക്കി കാണിച്ചോണ്ടേ കയറിനെ കാണാൻ കഴിയില്ല. അത് വേറെ സംഗതികളൊക്കെ ഉണ്ടാക്കി കയറിനെ കാണാൻ ശരിക്ക്. ഈ ജനവാതിൽ തോത്തുമ്പോൾ മെയിൻ ടാസ്ക് എന്താണ്, നമ്മളൊരു കൈ കൊണ്ട് നമുക്കിത് ഒരു കൈ കൊണ്ട് താങ്ങി പിടിക്കണം. കാരണം ഈ പൊളി അങ്ങനെയാണല്ലോ, മറ്റുള്ള പൊളിയാണ് നമുക്ക് തുറന്നേക്കാം. ഈ പൊളി പറഞ്ഞാൽ മേപ്പിട്ട് നമ്മൾ പൊന്തിച്ച് പിടിച്ചാലേ നമുക്ക് ഉൾഭാഗം തോത്താൻ കഴിയുള്ളൂ. ഇതിന് ഉൾഭാഗം കാണിക്കുന്നുണ്ട്. ഉൾഭാഗങ്ങൾ ശരിക്കും കണ്ടുകൊണ്ട് ഇത് വീടിൻ്റെ ഉള്ളിൽ ലിവിങ്ങിലുള്ള ജനവാതിലാണ്. ടി വി ഒക്കെ കാണുന്ന സ്ഥലത്തല്ലേ, അപ്പോൾ അവിടേക്ക് വെള്ളി വെളിച്ചം കിട്ടും നല്ല.
അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ കുറ്റി തുറന്നത് കാണിച്ചിട്ടില്ല. ഇനി അതിൻ്റെ ഉള്ളിൽ പോയി നമ്മൾ കുറ്റി ഇടുന്നതൊക്കെ കാണിക്കാം. ഈ വാതിലൊക്കെ നമ്മൾ കുറ്റിയിടും. അതൊക്കെ നമുക്ക് കാണാം കേട്ടോ വീഡിയോസിൽ. അതിൻ്റെ ഉൾഭാഗം കാണാം നമുക്ക് എത്ര ഹൈറ്റിലാണുള്ളതെന്നൊക്കെ ഉള്ളിൽ നോക്കിയാൽ കാണാം. പുറത്ത് സീലിനോടൊക്കെ തോത്തി ഫുള്ള് സെറ്റാക്കിയിട്ട് പിന്നെ നമ്മൾ ഗ്ലാസ് പേപ്പർ ഇടും കേട്ടോ. ഗ്ലാസ് ക്ലീനറൊക്കെ നമ്മളെടുത്ത് കൊണ്ടുവച്ചതാണ്. ആ ജനാദന്മ കൊളുത്തിട്ടുണ്ട്. ഒറ്റക്കള്ളിൻ്റെ ചെറിയ പീസ് ജനാദൻ്റെ അടുത്തുണ്ടല്ലേ, ഒരു ഇളം പച്ച കളറ് മണ്ണെണ്ണ കളറ്. ഒരു കൈ കൊണ്ടാണ് ഇത് നമ്മൾ ഫുൾ അഭ്യാസം. കാരണം എല്ലാ ജനാലും ഒരു കൈ തന്നെ പറഞ്ഞിട്ടല്ല, ഇത് നമുക്ക് ഒരു കൈ കൊണ്ട് എന്ത് ചെയ്യണം, താങ്ങി പിടിക്കണം. ഇതിൻ്റെ മോഡൽ എങ്ങനെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായല്ലോ. മേപ്പിട്ട് തുറന്നൊക്കെയാണ്. ഇതൊന്നും തുറക്കില്ല, കാരണം തുറക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾക്ക് കാണാം ഞാൻ കുറ്റിയിടുമ്പോൾ ആരാടൊക്കെ കയറി തുറക്കണേ. നമ്മളിങ്ങനെ പണിക്കരുമ്പോൾ തുറന്നാണ്ട് പണിങ്ങിയിട്ട് അതേപോലെ പൂട്ടുന്നല്ലാതെ ആര് വരുന്നതൊക്കെ തുറക്കാൻ. പിന്നെ നമ്മൾ പേപ്പറൊക്കെ ഇട്ട് സെറ്റാക്കി കൊടുക്കുക കേട്ടോ. വേറെ ലെവലാക്കുക. കണ്ണാടിച്ചില്ലോനോട് തെളുക്കും നമ്മൾ. പൊടി ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ തോത്തും, സെറ്റാക്കും. പൊടി ഉണ്ട് എന്നുള്ള അതേപോലെ നമ്മൾ എന്ത് ചെയ്യും, മിയാക്കും. ഗ്ലാസും കണ്ട് തെളുങ്ങണം. അങ്ങനെതാ ഇതതിന് ഉൾഭാഗം. നമ്മൾ ആ പണി കഴിഞ്ഞതിന് ശേഷം കുറ്റിയിടാൻ വേണ്ടി കയറുക കേട്ടോ. ഇങ്ങനെ കയറിയിട്ട് അവിടെ ഒരു 4 ഇഞ്ച് സ്പേസ് ചെയ്യാനുള്ള ചട്ടണം ഭാഗം നമ്മളെല്ലാ കുറ്റികളും ഇടും. നമ്മൾ കുറ്റിയൊക്കെ ഇട്ട് സെറ്റാക്കും. തുറന്ന കുറ്റികളെല്ലാം നമ്മൾ ഇട്ടിട്ട് കഴിഞ്ഞ് എന്ത് ചെയ്യുള്ളൂ, അടുത്ത വർക്കിന് നമ്മൾ പോവുള്ളൂ. ഈ കുറ്റിയിട്ട് കഴിഞ്ഞാൽ ഈ വർക്ക് ഫിനിഷാവും. ഒരു കൈ കൊണ്ട് നമ്മൾ താങ്ങി ഒരു കൈ കൊണ്ട് ബാലൻസ് ചെയ്ത് നിൽക്കണം. കാരണം സ്ഥലങ്ങൾ അപകടം പിടിച്ച സ്ഥലമാണ്. നമ്മളെ ശ്രദ്ധിക്കുന്നല്ലോ. നമ്മളെ സേഫ്റ്റി നമ്മൾ നോക്കുക. ഒരു കൈ പിടിപ്പെട്ടു പോയാൽ കഴിഞ്ഞ്. അപ്പോൾ നമ്മളെല്ലാം ശ്രദ്ധിച്ചാട്ടോ ചെയ്യണത്. ഇനി ഇടയ്ക്ക് 2 മാസം കൂടുമ്പോൾ നമ്മൾ കയറണായോണ്ടേ ഒന്നും കൂടി നമുക്ക് അതിൻ്റെ എന്താണ് സംഭവങ്ങളൊക്കെ അറിയാം. ഇവിടുത്തെ അവസ്ഥകൾ എങ്ങനെ നിൽക്കണം, എങ്ങനെ പിടിക്കണം എന്നൊക്കെ. അവിടെ ചെറിയൊരു പിടുത്തം കേട്ടോ ക്യാമറയ്ക്ക്. വീഡിയോ കൺട്രോൾ കേട്ടോ ഫുള്ള് ഇതിലുണ്ട്. കുറ്റികളിൽ കഴിഞ്ഞിന്. പക്ഷേ നമ്മളെ വീഡിയോയിൽ ചെറിയൊരു മിസ്റ്റേക്കാണ്. അടുത്ത വീഡിയോ ക്ലിയറായി വരുന്നുണ്ട്. അടുത്ത വീഡിയോ ഇതാണ്. അടുത്ത ജനവാതിൽ ഇതാണ് നമ്മൾ സെറ്റാക്കണത്. പിന്നെ മുത്തുമണികളെ വീഡിയോയിലേക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾ ക്ഷമിക്കണം. നമ്മൾ ആദ്യമായിട്ടാണ് തട്ടിയൊപ്പിച്ച് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നത്. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടും ഷെയറും സബ്സ്ക്രൈബൊക്കെ എന്തായാലും വേണം. അപ്പോൾ ഒരുപാട് ഫാൾട്ടുകളുണ്ടാവും, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. ഇൻഷാല്ലാ ഓരോ ദിവസങ്ങൾ നന്നായി വരുന്നു വിചാരിക്കുന്നു, വരട്ടെ എന്ന് കരുതുന്നു. നന്നായിക്കോളും, ആദ്യമായിട്ടല്ലേ അല്ലേ മുത്തുമണികളെ. അങ്ങനെ നമ്മൾ ആ മുന്നത്തെ കഴിഞ്ഞത് അടുത്ത ബേക്ക് ഭാഗത്തുള്ള ജനവാതിൽ. അങ്ങനെ നമ്മൾ അവിടെയും ഇവിടെയുള്ള ജനവാതിലൊക്കെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ. എന്നാൽ കണ്ടമാനുണ്ടത്. കാണുന്ന നിങ്ങൾക്ക് ആകും നട്ട പിരാന്താവും. ഇപ്പം നിങ്ങൾക്ക് പിരാന്തായിണ്ടാവും. ഏതായാലും പിരാന്താവില്ല, എങ്ങനെയൊക്കെ കണ്ട് മുഴുവനാക്കി. ഏതായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണ്ട മുത്തുമണികളെ. ആദ്യത്തെ ലോക്ക് നമ്മൾക്കൊരു കൈ അടിഞ്ഞ് മിന്നിട്ടായിട്ട് കയറിയൊരു കയറ്റം. അണ്ണാവട്ടം കുരങ്ങന്മാർ കയറുന്നതിന് വലിഞ്ഞ് കുത്തി കയറുക. അല്ല വേറെ നിർവാഹമില്ലല്ലോ. നമ്മൾ ഏൽപ്പിച്ച വർക്ക് എന്ത് റിസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമർക്കത് കാണിച്ചു കൊടുക്കും. സെറ്റാക്കിയാണ് നമ്മളെ സേഫ്റ്റി നോക്കിയിട്ടേ ചെയ്യുള്ളൂ. സാധാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തത് ഇനി ഇവിടുന്നുകൊണ്ട് അങ്ങനെ ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞില്ല ആദ്യം ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ആ ഗ്ലാസ്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഏറ്റവും ടോപ്പിലെ ഗ്ലാസ് കൈകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിൽ പുല്ലറിക്കാനുള്ളത്, പുല്ലറിക്കണ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല. അത് നമുക്ക് ചെറിയ ബുദ്ധിമുട്ട് വന്ന സമയത്ത് ഫോണിൽ ചാർജ് കമ്മിയിനി കുത്തിയിട്ട് അങ്ങനെ മുത്തുമണി നമ്മൾ വീഡിയോ കഴിഞ്ഞിട്ടോ.